തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബംഗ്ലാദേശ് യുവതി കൂടി പിടിയിൽ. മലയങ്കീഴ് മണപ്പുറത്ത് നിന്നാണ് ബംഗ്ലാദേശ് സ്വദേശിനി അത്തർ തുമ്പയെ പിടികൂടിയത്. 2 മാസമായി യുവതി തിരുവനന്തപുരത്തുണ്ട്. മലയങ്കീഴ് പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവതിയെ പിടികൂടിയത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, തലസ്ഥാനത്ത് നിന്ന് ഒരു ബംഗ്ലാദേശ് സ്വദേശിനിയായ ഒരു യുവതിയെ പിടികൂടിയിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? മലയൻകീഴ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നാണ് ഈ യുവതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. 22 വയസ്സുള്ള അത്തർ തുമ്പ എന്ന പേരായ ബംഗ്ലാദേശി സ്വദേശിയായ യുവതിയാണ് ഇപ്പോൾ മലയൻകീഴ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. 2 മാസത്തോളമായി ഇവർ കേരളത്തിൽ ഉണ്ട് എന്നാണുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ജഗതിയിൽ നിന്നും 2 ബംഗ്ലാദേശി സ്വദേശിനികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് കൃത്യമായ രേഖകളൊന്നുമില്ലായിരുന്നു. അങ്ങനെ രേഖകളൊന്നുമില്ലാതെ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിനുശേഷം ഈ അറസ്റ്റ് ചെയ്ത ഇവരെ ചോദ്യം ചെയ്തതിലാണ് മറ്റൊരാൾ കൂടി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നൊരു വിവരം ലഭിക്കുന്നത്. അത്തരത്തിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മലയൻകീഴ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നും മറ്റൊരു യുവതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ പക്കൽ കൃത്യമായ രേഖകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നടക്കമുള്ള ചില സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പോലീസ് എന്തായാലും വിശദമായ രീതിയിൽ അന്വേഷിച്ചു വരികയാണ്. ബംഗ്ലാദേശിൽ നിന്നും ഇവർ കേരളത്തിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എങ്ങനെയാണ് എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ടെല്ലാം ഇനി പോലീസ് വിശദമായി അന്വേഷിക്കും. മാത്രമല്ല കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളടക്കം കടക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെ ഇവിടേക്ക് എത്തി നമുക്കറിയാം. നേരത്തെ തന്നെ പല രീതിയിലുള്ള ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ നിന്നും വ്യാപകമായിട്ട് പലരും ഇത്തരത്തിൽ മറ്റു മാർഗങ്ങളിലൂടെ എല്ലാം കേരളത്തിലേക്ക് എത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ബംഗ്ലാദേശികൾ ഈ ബംഗാളികൾ എന്ന പേരിൽ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ എന്ന പേരിലെല്ലാം കേരളത്തിൽ എത്തുന്നതിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ ബംഗ്ലാദേശി സ്വദേശികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബംഗ്ലാദേശി പൗരന്മാരുണ്ട് എന്ന ചില വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതെല്ലാം ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടപടിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവർക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നതടക്കമുള്ള ചില സംശയങ്ങൾ അതടക്കം പോലീസിനെ അന്വേഷിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം 3 ബംഗ്ലാദേശി സ്വദേശികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 പേർ ജഗതിയിൽ നിന്നാണ്, അത് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നും ജഗതിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഒരാളെ ഇന്ന് വൈകിട്ടോടുകൂടി മലയൻകീഴ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത്തർ തുമ്പ എന്ന പേരോടുകൂടിയ ഒരു യുവതിയാണ്, 22 വയസ്സുള്ള യുവതിയാണ് വൈകിട്ടോടുകൂടി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിനോദ്. അതെ, തിരുവനന്തപുരത്ത് നിന്നും ബംഗ്ലാദേശ് സ്വദേശിനിയായ ഒരു വനിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.